നമസ്കാരം. ബ്രിട്ടീഷ് ഭരണത്തിന്റെ തലപ്പത്തിൽ ലേബർ പാർട്ടിയിൽ ആഭ്യന്തര കലഹവും രാഷ്ട്രീയ അട്ടിമറി നീക്കങ്ങളും അഭൂതപൂർവമായ രീതിയിൽ കൊടുമ്പിരി കൊള്ളുന്നു. അടുത്ത വർഷം പാർലമെന്റിൽ വേനൽ അവധി ആരംഭിക്കുന്നതിന് മുൻപായി പ്രധാനമന്ത്രി പദം ഒഴിഞ്ഞു തരണമെന്ന വിമത എംപിമാരുടെ ശക്തമായ ആവശ്യം പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പാടെ നിരാകരിച്ചു. താൻ ഒരു കാരണവശാലും സ്ഥാനം വിട്ടൊഴിയില്ലെന്നും സ്വന്തം പദവിക്ക് നേരെ പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായി വെല്ലുവിളി ഉയർന്നാൽ നേരിട്ട് മത്സരിക്കാൻ തന്നെയാണ് തീരുമാനമെന്നും അദ്ദേഹം ആവർത്തിച്ചു. എന്നാൽ മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ ആൻഡി ബേണാം നേടിയ ഉജ്ജ്വല വിജയം ലേബർ പാർട്ടിയിലെ സാഹചര്യങ്ങളെല്ലാം തന്നെ സർ കീർ സ്റ്റാർമർക്ക് പൂർണ്ണമായി എതിരാക്കിയിരിക്കുകയാണ്. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മുൻ മേയറും ജനപ്രിയ നേതാവുമായ ആൻഡി ബേണാമിനെ ലേബർ പാർട്ടിയുടെ തലപ്പത്തേക്ക് പിന്തുണച്ചുകൊണ്ട് സ്റ്റാർമർ പ്രധാനമന്ത്രി പദം ഉടൻ ഒഴിയണമെന്ന് ആവശ്യപ്പെടുന്ന പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം ഇപ്പോൾ 100 കവിഞ്ഞിരിക്കുകയാണ്. ഇതിൽ സ്റ്റാർമർ മന്ത്രിസഭയിലെ ചില പ്രമുഖ ക്യാബിനറ്റ് മന്ത്രിമാരും ഉൾപ്പെടുന്നുവെന്നാണ് ലണ്ടനിൽ നിന്നും പുറത്തുവരുന്ന രാഷ്ട്രീയ റിപ്പോർട്ടുകൾ സൂചന നൽകുന്നത്. നേരത്തെ സ്റ്റാർമറുമായി അതീവ ഉറ്റബന്ധം പുലർത്തിയിരുന്ന പല മുതിർന്ന എംപിമാരും നിലവിലെ രാഷ്ട്രീയ ഗതിമാറ്റം മനസ്സിലാക്കി ഇപ്പോൾ കൂട്ടത്തോടെ ബേണാം പക്ഷത്തേക്ക് കൂറുമാറിയത് സ്റ്റാർമറുടെ രാഷ്ട്രീയ ഭാവിക്ക് കനത്ത തലവേദനയായി മാറിയിട്ടുണ്ട്. പ്രധാനമന്ത്രി പദം അന്തസ്സായി ഒഴിയുന്നതിനുള്ള കൃത്യമായ സമയപട്ടിക തയ്യാറാക്കണമെന്ന് സ്റ്റാർമറോട് നേരിട്ട് ആവശ്യപ്പെട്ട മന്ത്രിമാരുടെ കൂട്ടത്തിൽ നിലവിലെ ഗതാഗത സെക്രട്ടറി ഹെയ്തി അലക്സാണ്ടറും ഉണ്ടെന്നാണ് സൂചന. വരാനിരിക്കുന്ന വേനൽക്കാലത്ത് പാർലമെന്റ് നടപടികൾ നിർത്തിവെച്ച് പിരിയുന്നതിന് മുൻപായി തന്നെ ഡൗണിംഗ് സ്ട്രീറ്റിൽ നിന്ന് സ്റ്റാർമറുടെ രാജി വേണമെന്നതാണ് വിമത എംപിമാർ ഒരേ സ്വരത്തിൽ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. വരും ദിവസം നടക്കുന്ന നിർണായകമായ മന്ത്രിസഭാ യോഗത്തിലും സ്റ്റാർമർക്കെതിരെ ഈ രാജി ആവശ്യം ഔദ്യോഗികമായി തന്നെ ഉന്നയിക്കപ്പെടുമെന്നാണ് ലേബർ പാർട്ടി നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ചില രാഷ്ട്രീയ വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് ലേബർ പാർട്ടിയിലെ ആഭ്യന്തര ഭിന്നതയും ഗ്രൂപ്പ് പോരും വളർന്നതായി മുൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ലോർഡ് ഫാൽക്കോണർ പരസ്യമായി തുറന്നടിച്ചു. ഇപ്പോൾ യഥാർത്ഥ ഭരണാധികാരമോ പാർട്ടിയിൽ സ്വാധീനമോ ഇല്ലാത്ത ഒരു നിർജീവ പ്രധാനമന്ത്രിയാണ് ബ്രിട്ടൻ ഭരിക്കുന്നതെന്നും അദ്ദേഹം കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തി. ഒരു കാലത്ത് കീർ സ്റ്റാർമറുടെ ഏറ്റവും വിശ്വസ്തനായ ഉറ്റ അനുയായിയായിരുന്ന ലോർഡ് ഫാൽക്കോണർ പോലും ഇപ്പോൾ ചേരിമാറി അധികാരം എത്രയും വേഗം ആൻഡി ബേണാമിന് കൈമാറാൻ പ്രധാനമന്ത്രിക്ക് മേൽ കനത്ത സമ്മർദ്ദം ചെലുത്തുകയാണ്. സ്റ്റാർമർ സ്വയം രാജിവെക്കുകയും പാർട്ടി നേതൃത്വത്തിലേക്ക് ഇനിയൊരു മത്സരത്തിനില്ലെന്ന് പരസ്യമായി തീരുമാനിക്കുകയും ചെയ്താൽ ആൻഡി ബേണാമിലേക്കുള്ള ലേബർ പാർട്ടിയുടെയും രാജ്യത്തിന്റെയും അധികാര കൈമാറ്റം തികച്ചും സുഗമമായി നടക്കുമെന്നാണ് ലേബർ വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. നേരത്തെ പ്രധാനമന്ത്രി പദം ലക്ഷ്യം വെച്ച് പാർട്ടിയിലെ ചില പ്രമുഖ നേതാക്കളൊക്കെ അണിയറയിൽ രംഗത്തെത്തിയിരുന്നെങ്കിലും ഏറ്റവും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബേണാമിന്റെ ജനപ്രീതിക്ക് മുന്നിൽ അവരാരും തന്നെ മത്സര രംഗത്തുണ്ടാകില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. എന്നാൽ അധികാരം അത്ര പെട്ടെന്ന് വിമതർക്ക് മുന്നിൽ വിട്ടുകൊടുക്കാൻ സ്റ്റാർമർ ഇപ്പോഴും തയ്യാറല്ല. ബ്രിട്ടീഷ് ജനതയ്ക്കിടയിൽ സർക്കാരിന്റെ പ്രതിച്ഛായ വല്ലാതെ ഇടിഞ്ഞ സാഹചര്യത്തിലാണ് ഭരണകക്ഷികളിൽ ഈ രീതിയിലുള്ള അട്ടിമറി നീക്കങ്ങൾ ശക്തമായത്. സാമ്പത്തിക പ്രതിസന്ധിയും ഭരണപരമായ പാളിച്ചകളും പാർട്ടിക്ക് ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസ്യത തകർത്തതായി ഒരു വിഭാഗം എംപിമാർ വിശ്വസിക്കുന്നു. ആൻഡി ബേണാമിനെ പോലെയുള്ള ജനകീയ മുഖം മുന്നിൽ വന്നാൽ മാത്രമേ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് ഭരണം നിലനിർത്താനാകൂ എന്ന ചിന്തയാണ് വിമതരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. പാർട്ടി ചട്ടങ്ങൾ അനുസരിച്ച് പ്രധാനമന്ത്രിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള അണിയറ നീക്കങ്ങളും UK സജീവമാണ്. ആവശ്യത്തിന് എംപിമാരുടെ ഒപ്പ് ശേഖരിക്കാൻ ബേണാം പക്ഷത്തിന് കഴിഞ്ഞാൽ സ്റ്റാർമർക്ക് പാർട്ടിയിൽ വിശ്വാസ വോട്ടെടുപ്പ് നേരിടേണ്ടി വരും. ഇത് ഒഴിവാക്കാനാണ് പാർലമെന്റ് വേനലവധിക്ക് പിരിയുന്നതിന് മുൻപ് തന്നെ മാന്യമായി ഒഴിഞ്ഞുപോയിക്കൊള്ളാൻ സ്റ്റാർമർക്ക് മേൽ മുതിർന്ന നേതാക്കൾ വഴി സമ്മർദ്ദം ചെലുത്തുന്നത്. എന്നാൽ ഒരു കാലത്ത് പാർട്ടി തകർച്ചയിൽ നിന്ന് കരകയറ്റി ഭരണത്തിലേറ്റിയ സ്റ്റാർമർക്ക് ഇത്തരം ഒരു പടിയിറക്കം അർഹിക്കുന്നതല്ലെന്ന വികാരമാണ് അനുകൂലിക്കുന്ന ചുരുക്കം ചില എംപിമാർക്കുള്ളത്. പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളുടെ വ്യക്തിപരമായ അഹന്തയാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സ്റ്റാർമർ പക്ഷത്തിന്റെ ആക്ഷേപം. എന്തുവന്നാലും കസേര ഒഴിഞ്ഞു തരാതെ പാർട്ടി വേദിയിൽ പോരാടി ജയിക്കാനാണ് പ്രധാനമന്ത്രി നിലവിൽ ക്യാമ്പ് അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വരും ദിവസങ്ങളിൽ ലണ്ടനിലെ രാഷ്ട്രീയ അണിയറകളിൽ നാടകീയമായ രംഗങ്ങളായിരിക്കും അരങ്ങേറാൻ പോകുന്നത്. ലേബർ പാർട്ടികളിലെ ഈ വൻപോര് ബ്രിട്ടനിലെ പ്രതിപക്ഷ കക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടിക്ക് പുതിയ രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ്. സ്വന്തം പാർട്ടിയിലെ ആഭ്യന്തര കലഹം തീർക്കാൻ കഴിയാത്ത പ്രധാനമന്ത്രി എങ്ങനെ രാജ്യം ഭരിക്കുമെന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ പരസ്യമായി ചോദിക്കുന്നത്. ബ്രിട്ടീഷ് രാഷ്ട്രീയ ചരിത്രത്തിൽ ലേബർ പാർട്ടി ഭരണം നേടുമ്പോഴൊക്കെ ഇത്തരം ഗ്രൂപ്പ് പോരുകൾ പതിവാണെങ്കിലും ഒരു പ്രധാനമന്ത്രി അധികാരമേറ്റ് അധികം വൈകും മുൻപ് തന്നെ സ്വന്തം ക്യാബിനറ്റ് മന്ത്രിമാരാൽ ചോദ്യം ചെയ്യപ്പെടുന്നത് അസാധാരണമാണ്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഹെയ്തി അലക്സാണ്ടറും ലോർഡ് ഫാൽക്കോണറും അടക്കമുള്ളവർ സ്വീകരിക്കുന്ന നിലപാട് ലേബർ പാർട്ടിയുടെ ഭാവി നിർണ്ണയിക്കും. വിട്ടുകൊടുക്കാതെ സ്റ്റാർമറും പിടിച്ചെടുക്കാൻ ബേണാമും നിൽക്കുമ്പോൾ ബ്രിട്ടീഷ് രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവചനാതീതമാകും.